ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഞങ്ങളുടെ ഭാഗത്തും തെറ്റ് സംഭവിച്ചു. എനിക്ക് കുറച്ച് സമയം താ, എല്ലാം ശരിയാക്കി തരാമെന്ന് ഞാൻ വാക്ക് തരുന്നു. എടോ കിളവാ, താനെല്ലാം ശരിയാക്കി തരുമെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കാറിന്റെ മുഴുവൻ പണം എനിക്ക് കിട്ടണം, അതും ഇപ്പൊ തന്നെ. നിങ്ങൾ എന്ത് വർത്താനമായി പറയുന്നേ? ഞങ്ങൾ പുതിയ ആൾക്കാരാണോ? ഈ കാറിന്റെ വിലയൊക്കെ നമുക്കറിയാം. ഇയാള് നമ്മളെ കൊള്ളയടിക്കുവാണ്. ഈ വണ്ടിക്ക് 5 കോടി രൂപയെന്നോ? റോണി സാർ, ഇത് ഒരുപാട് വലിയ തുകയാണ്. ഈ കാറിന്റെ മുകൾ ഭാഗം കൂടാതെ ഇതിന്റെ ഗിയർ സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്ന ഗ്രേഡ് കാർബൺ ഫൈബർ കൊണ്ടാണ്. ഇതിന് കോടികളോളം വില വരും. ഇതിന്റെ സസ്പെൻഷൻ ടർബോ ചാർജറും ഫ്രാൻസിലെ ഒരു ടോപ്പ് കമ്പനി നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ഇതിന്റെ ഏകദേശ വില ഏതാണ്ട് 1.5 മുതൽ 2 കോടിയോളം വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇത്? ഇതിന്റെ ടർബോ ചാർജറിനും സസ്പെൻഷനും മാത്രം 2 കോടിക്ക് മുകളിൽ വില വരും. അതിന്റെ കാശ് ആര് തരും? ആരാ തരുന്നേ? നിങ്ങൾ അധികം വിരട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു പൈസയും തരില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ലക്ഷ്യം മിണ്ടാതിരിക്കെ. റോണി സാർ, ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ്. ഇത് വലിയൊരു തുകയാണ്. എൻ്റെ എല്ലാ സ്വത്തും ഗാരേജ് വിറ്റാൽ പോലും എനിക്ക് ഇത്രയും പണം നൽകാൻ കഴിയില്ല. ശരി, നിങ്ങൾ എനിക്ക് തരാനുള്ള കാശിന് ഞാൻ കുറച്ച് സാവകാശം തരാം. ഒറ്റ കാര്യം, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എൻ്റെ അറിവില് ആ മലയ്ക്ക് ചുറ്റുമുള്ള ആ റോഡ് നിങ്ങളുടെ കുടുംബ സ്വത്തല്ലേ? സക്സേന കുടുംബത്തിന്റെ തന്നെയല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനും എൻ്റെ റേസിംഗ് ടീമും അവിടെ വന്ന് റേസിംഗ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം. എന്താ റേസ് നടത്താനോ? ഈ റോഡും മലയും അതിന് പെർമിഷൻ തരാൻ എനിക്ക് പറ്റില്ല. അത് എൻ്റെ സ്വത്തല്ല, അവിടെ താമസിച്ച പലരുടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻ തരാൻ എനിക്ക് അധികാരമില്ല. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എനിക്ക് അതിന് പെർമിഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാറിന്റെ ഫുൾ എമൗണ്ടും ഇപ്പൊ തന്നെ എനിക്ക് തന്നേക്ക്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോ. കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.